ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജയ്പൂരിൽ തുടക്കമാകും. സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് കാസർഗോട്ട് നിർവഹിക്കും. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളുമായി ബന്ധമുള്ള കൊടും കുറ്റവാളിയും ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദിയുമായ ജാവേദ് മട്ടു ന്യൂഡൽഹിയിൽ പോലീസ് പിടിയിൽ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യ പുതിയ ആഗോള പ്ലാറ്റ്ഫോമുകളെ നയിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന രാജ്യമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. ഇത് ഇന്ത്യയുടെ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൌകര്യ വികസനം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ജമ്മുകശ്മീരിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനം ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിലാണ് നടക്കുന്നത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാർഗരേഖയാണ് യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയം. സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവാദ വെല്ലുവിളികൾ, ഇടതുപക്ഷ തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ തുടങ്ങി വിപുലമായ സുരക്ഷാ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികളും അവ നേരിടാനുള്ള മാർഗങ്ങളും ചർച്ചയാകും. സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ആഭ്യന്തര സഹമന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. കാഠ്മണ്ഡുവിൽ 7ാമത് ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി NP സൌദും അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര മേഖലകളിലെ പരസ്പര സഹകരണത്തെ സംബന്ധിച്ചും ഗതാഗതം, വൈദ്യുതി, ജലസ്രോതസ്സുകൾ തുടങ്ങിയവയിലെ സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യയും നേപ്പാളും 2 സുപ്രധാന കരാറുകൾ ഇന്നലെ ഒപ്പുവച്ചു. വൈദ്യുതി സംബന്ധിച്ച ദീർഘകാല കരാറിലും ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിലുമാണ് ഒപ്പുവച്ചത്. നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയും NTPC ലിമിറ്റഡും തമ്മിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയുടെ വികസന പ്രവർത്തനങ്ങളിൽ പരസ്പര സഹകരണത്തിനുള്ള ധാരണാപത്രവും ഒപ്പുവച്ചു. ഇതോടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ 10,000 മെഗാവാട്ട് വൈദ്യുതി നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. സംയുക്ത കമ്മീഷൻ യോഗത്തിന് മുന്നോടിയായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡേലിനെയും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹാലിനെയും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3:30 കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കാസർഗോഡ് നിർവഹിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്തിലാണ് പരിപാടി. 3 നാളിൽ നടക്കുന്ന പരിപാടിയും വീഡിയോ കോൺഫറൻസിലൂടെ കാസർഗോഡ് നിന്നും ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ VK സിംഗ്, V മുരളീധരൻ, കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, MPമാർ, MLAമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദി ജാവേദ് മട്ടു ന്യൂഡൽഹിയിൽ പോലീസ് പിടിയിലായി. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ജാവേദ് മട്ടുവിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഖത്തറിൽ തടവിൽ കഴിയുന്ന 8 ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥർക്ക് അപ്പീൽ നൽകുന്നതിന് 60 ദിവസം സമയം അനുവദിച്ച് ഖത്തർ കോടതി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമായും നിയമവിദഗ്ധരുമായും മന്ത്രാലയം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത നടപടി സംബന്ധിച്ച് നിയമവിദഗ്ധർ തീരുമാനമെടുക്കുമെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. കഴിഞ്ഞ മാസമാണ് ഖത്തർ കോടതി മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി വിധി പ്രസ്താവിച്ചത്.
അംഗീകൃതമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതു തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതിനുള്ള അപേക്ഷയുടെ മാതൃക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിച്ചു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലെ സംഭാവനാ റിപ്പോർട്ടുകളും ഓഡിറ്റ് ചെയ്ത വാർഷിക കണക്കുകളും സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്ത അംഗീകൃതമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇത് ബാധകം. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകളും സമർപ്പിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ സംബന്ധിച്ച് 1968 ഉത്തരവിലുള്ള വ്യവസ്ഥകൾ പ്രകാരമാണ് അപേക്ഷയുടെ മാതൃക പരിഷ്കരിച്ചതെന്ന് കമ്മീഷൻ അറിയിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിൽ രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം പൂർണ്ണമായും വിനിയോഗിക്കണമെന്നും വികസിത സ്വപ്നം സാക്ഷാത്കരിക്കാൻ യുവാക്കൾ സംഭാവന നൽകണമെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. ഇന്നലെ ദിയുവിൽ നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച മൈ ഭാരത് മേരാ യുവഭാരത് എന്ന വിഷയത്തിൽ നടന്ന യുവജന സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 802 കോടി രൂപയുടെ 2 സുപ്രധാന കരാറുകളിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡുമായി 473 കോടി രൂപയുടെയും ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡുമായി 329 കോടി രൂപയുടെയും കരാറുകളാണ് മന്ത്രാലയം ഒപ്പുവച്ചത്. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ കയറ്റുമതിയിൽ 2022-23 കാലയളവിൽ 239% വർധന രേഖപ്പെടുത്തി. വ്യവസായാഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സെക്രട്ടറി രാജേഷ് സിംഗ് ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. വിദ്യാർത്ഥികളിൽ നേതൃഗുണം വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രേരണ വിദ്യാഭ്യാസ പരിപാടിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം ശാക്തീകരിക്കുന്നതിന് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അടിസ്ഥാനമാക്കിയാണ് പുതിയ പരീക്ഷണ പദ്ധതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ കുമാർ ബെറി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണം രാജ്യപുരോഗതിയിൽ പ്രധാനപ്പെട്ടതാണെന്ന് കൂടിക്കാഴ്ചയിൽ ഉപാധ്യക്ഷൻ പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നത് ലക്ഷ്യമിട്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭിപ്രായപ്പെട്ടു. ഉത്തർപ്രദേശിൽ PM ശ്രീ സ്കൂളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ലക്നൌവിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തുടനീളം 1753 സ്കൂളുകളെ PM ശ്രീ സ്കൂളുകളായി ഉയർത്താൻ തിരഞ്ഞെടുത്തതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാമീണ മേഖലകളിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലും ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലുമാണ് ഇന്നത്തെ പര്യടനം. നഗരപ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജ്, ഉള്ളൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടക്കും. കൊല്ലത്ത് ഇന്ന് പുനലൂർ നഗരസഭയിലാണ് പര്യടനം. എറണാകുളം ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാവിലെ വെങ്ങോലയിലും ഉച്ചകഴിഞ്ഞ് എടത്തല ഗ്രാമപഞ്ചായത്തിലും നടക്കും. കോട്ടയത്ത് തലയോലപ്പറമ്പ്, മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് പര്യടനം ഉണ്ടാകും. മാഹി മുനിസിപ്പൽ മൈതാനിയിലും ഉച്ചയ്ക്ക് ശേഷം ചാലക്കര ഉസ്മാൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കണ്ണൂരിലെ ഇന്നത്തെ പര്യടനം. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്നും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേപ്പ് ടൌണിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം. 2ാം ഇന്നിംഗ്സിൽ 79 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്ക 176 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 6 വിക്കറ്റ് നേടി. മുഹമ്മദ് സിറാജാണ് കളിയിലെ താരം. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. കൊല്ലത്ത് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇന്ന് 24 വേദികളിലും മത്സരങ്ങൾ നടക്കും. ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിയിൽ രാവിലെ ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടവും ഉച്ചയ്ക്കു ശേഷം ഹൈസ്കൂൾ വിഭാഗം ഒപ്പനയും അരങ്ങേറും. ഭരതനാട്യം, നാടകം, നാടൻപാട്ട്, തിരുവാതിരക്കളി, കേരള നടനം, ചെണ്ടമേളം, ബാൻഡ് മേളം, പെൻസിൽ ചിത്രരചന, കവിതാരചന എന്നീ മത്സരങ്ങളും വിവിധ വേദികളിൽ നടക്കും. കഴിഞ്ഞ ദിവസം ഇറാനിലുണ്ടായ ബോംബ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികൾ ഏറ്റെടുത്തു. തെക്കൻ ഇറാനിലെ കെർമാനിലുണ്ടായ ആക്രമണത്തിൽ 84 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജയ്പൂരിൽ തുടക്കമാകും. സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് കാസർഗോഡ് നിർവഹിക്കും. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളുമായി ബന്ധമുള്ള കൊടും കുറ്റവാളിയും ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദിയുമായ ജാവേദ് മട്ടു ന്യൂഡൽഹിയിൽ പോലീസ് പിടിയിൽ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.